ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് L2 എമ്പുരാന്റെ ട്രെയിലറാണ്. ടിവിയിലാന്ന് വെച്ചിട്ട് നമ്മളെന്നാ വീഡിയോ കാണാം, എന്നിട്ട് റിയാക്ട് ചെയ്യാം. വീഡിയോ കാണാം. എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണ്? അവരാണ് എന്റെ മക്കൾ. PK രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടി ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട മതേതര Meanwhile, സാധനം വന്നില്ലേ ഫേസ് റിവീലിംഗ് ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബ് ഇല്ലാത്തവരോടൊക്കെ ഇതാണ് റിയാലിറ്റി. അതുപോലെ ഇതൊക്കെ കേറ്റിക്കോ ഒക്കെ കേറിയാലേ പക്ഷെ അതിന്റെ സമയത്ത് ഞാൻ അതെ ഇനിയിപ്പോ ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് L2 എമ്പുരാന്റെ ട്രെയിലറാണ്. ഇന്നലെ രാത്രി, അതായത് ഇന്ന് പുലച്ചക്ക് 12 മണിക്കായിട്ട് ഇറങ്ങി. ശരിക്കും ഇന്ന് ഉച്ചക്ക് 1:08 ഇറങ്ങേണ്ട സാധനമാണ്, പക്ഷെ ഇന്നലെ പുലച്ചക്ക് കൊണ്ടായിട്ട് ഇറക്കി. അപ്പം മിസ്സായി. ഇന്നാണ് കാണുന്നത്, ഇപ്പാ കാണുന്നത്. അപ്പൊ നമുക്ക് ട്രെയിലറിലേക്ക് കിടക്കാം. അപ്പൊ തുടങ്ങാം. ലൈക്ക പ്രൊഡക്ഷൻസ്, ലൈക്ക് ഇല്ലേ ഇപ്പം? എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടർ പിന്നെ ആരാണ് പിന്തുടർച്ചക്കാർ? ബാക്കി കാണാനോ എന്നവർ ആരാണ്? അവരാണ് എന്റെ മക്കൾ. PK രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടി ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. പിന്നെ ആരായിരുന്നു? കേരളത്തിലെ കപട മതേതര നമ്മൾ ഉടൻ തന്നെ കേൾക്കും. और राजनीति एक धंधा है हमारे देश में. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. दया दिखाने के लायक ही नहीं होते, पर शुरू से वो एक ही नाम से डरते थे. ഈ ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി കേൾക്കെതിരാണ്. സ്റ്റീഫൻ, where is he now? Now you're going live. 5, 4, 3. उसकी आंखें सब देख रही है. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ മുമ്പ് തമോഗോളങ്ങളുടെ എമ്പുരാൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻവി അല്ലാതെ പിന്നെ ഈ ലോകത്തെ രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളെ ഉള്ളൂ അങ്കൾ. പണ്ടെപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പഠിക്കുന്നത്? നമ്മൾ അറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. Face the world. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുന്നു. ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ. Because the enemy of an enemy is a friend. Said Masood, we have to end this war. So Stephen, come back. Save your man. Save God's own country.
answer this one question. Who are you really? Lucifer. ഈ സാധനം നല്ല പക്ഷെ ട്രെയിലർ കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ? സംഭവം എന്തല്ലോ അങ്ങനെ ശരിക്കും വേണ്ടത് കേട്ടാ, ഒന്നും മനസ്സിലാവാൻ പാടില്ല. ഇനിയിപ്പൊ കണ്ടിട്ട് പുറത്തും എന്തോ യുദ്ധം പോലെ നാട്ടിലും യുദ്ധം, കേരള രാഷ്ട്രീയത്തിലുള്ള ഇത് പുറത്ത് ഇന്റർനാഷണൽ കളികളാണ്, ചെറിയ കളികളല്ല. ലൂസിഫറിൽ എന്ന് വെച്ചാല് ഒരു മെജോറിറ്റി പോർഷൻ കേരള രാഷ്ട്രീയം ബേസ് അതെ, അതെ, അതെ. അതിന് ഫ്ലാഷ് ബാക്ക് ഒന്നും പറയാം. അതിൽ ചോദിക്കുന്നുണ്ടല്ലോ എസ്തഫാൻ ഈ 20 കൊല്ലം ബാക്കോട്ട് എവിടെയോ ഉണ്ടായിരുന്നെല്ലാം പറയുന്നില്ലേ. അപ്പൊ അതും ഉണ്ടാവും. അപ്പൊ ഒന്ന് പാസ്റ്റും പ്രസന്റും ഉണ്ടാവുമായിരിക്കും അല്ലെ? ഒരു ഷോട്ടില് ഷാജോണെ കാണിക്കുന്നത്. ആ ഷാജഹാൻ ശരിക്കും മരിച്ചില്ല, മരിച്ചില്ലേ? പക്ഷെ പഴയ ഒരു പോർഷൻ ഉണ്ടായിരുന്നു. കുറെ സാധനങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇതില് മിക്കവാറും മോഹൻലാൽ എങ്ങനെയാണ് ഖുറേഷി അബ്രഹാം ആയത് അതിന്റെ എവല്യൂഷൻ ആയിരിക്കും അല്ലെ? ബ്ലോക്ക് എന്ന് വെച്ചാൽ കേരളം ഉണ്ട്, പിന്നെ ഇന്ത്യ, നോർത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ ഉണ്ട്. പിന്നെ കുറെ സ്ഥലങ്ങളെ ലൊക്കേഷന്റെ പേരാണ് യമൻ, ഇറാഖ്. പ്രൊഡക്ഷനിൽ പറഞ്ഞത് ആദ്യത്തെ തുടക്കത്തില് ഒരു 30 മിനിറ്റോളം ഹിന്ദിയാണ് അപ്പൊ അങ്ങനെയാണ് ഗൈസ്. നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. കട്ട വെയിറ്റിംഗ്. ഫസ്റ്റ് ഡേ കണ്ടിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് ഡേ കണ്ടിരിക്കും. ട്രെയിലർ രക്ഷയില്ല. അതിന് മുന്നേ നമ്മളൊരു ആ ഈ ഒരു ലെവലിൽ എത്തിക്കാൻ വേണ്ടി നമ്മള് ലൂസിഫർ ഒന്നുകൂടി ലൂസിഫർ ആ ഒരു ഹൈപ്പിലേക്ക് എത്താൻ വേണ്ടിട്ട് ഒന്നുകൂടി ലൂസിഫറും കൂടി കണ്ടുകൊണ്ട് തുടങ്ങണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതെ അതെ. അപ്പൊ നോക്കാം അല്ലേ? അതെ. അപ്പം കട്ട വെയിറ്റിംഗ് ആണ്. ലാസ്റ്റ് ഹൈപ്പിനുള്ളത് ഉണ്ടായാൽ മതിയായിരുന്നു അല്ലെ? ലാസ്റ്റ് പൊളിയാണ്ട് ട്രെയിലർ കണ്ടിട്ട് ഹൈപ്പിനുള്ളത് ഉണ്ട്. പക്ഷെ ചെയ്യുമ്പോ ആ ക്വാളിറ്റി പൃഥ്വിരാജിന്റെ ഒരു ഇത് അത് കാരണം ഓരോ ഷോട്ടും ഫ്രെയിം ബൈ ഫ്രെയിമിൽ ഫുൾ ഇന്റർനാഷണൽ ലെവലിലാണ് സാധനങ്ങൾ ഓരോ ഷോട്ടും. അപ്പം വെയിറ്റ് ആക്കാല ഇൻഷാ അല്ലാ. അപ്പം ഓക്കെ ഗൈസ്, ഇനി കാണാം. ഒന്നെങ്കിൽ ലൂസിഫർ അല്ലെങ്കിൽ എമ്പുരാൻ അല്ലെ? അന്നൊരു വീഡിയോ ഇടുന്നതായിരിക്കും. മിണ്ട തമ്പിയല്ല വാടാ ബൈ.